കൊടുക്കുന്നത്. 10 വർഷം മുമ്പ് 31 ലക്ഷം ആളുകൾക്ക് മാത്രം കൊടുത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് 2000 രൂപയാക്കി നമുക്ക് വളർത്തിയെടുക്കാനും പാവപ്പെട്ട മനുഷ്യന്റെ കൈകളിലേക്ക്, അവരുടെ വീടുകളിലേക്ക്, അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിച്ചു കൊടുക്കാനും വേണ്ടി കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ആർക്കാണ് വിസ്മരിക്കാൻ വേണ്ടി കഴിയുക? ആർക്കാണ് ഗവൺമെന്റിന് തള്ളിപ്പോകുമ്പോൾ തന്നെ ഒരു വ്യവസായം ആരംഭിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് കേരളത്തിന്റെ വ്യാവസായിക നമുക്ക് ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ
വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജാഥാ ലീഡറും ജാഥാ മറ്റു നേതാക്കന്മാരും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട് അടയാളപ്പെടുത്തിയിട്ടുള്ള വികസന നേട്ടങ്ങൾ നമുക്ക് നിലനിർത്താൻ വേണ്ടി കഴിയണം. വരാൻ വേണ്ടി പോകുന്ന 5 വർഷം ഈ കേരളം ഒരു നവകേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. വിജ്ഞാന കേരളത്തിലൂടെ ഈ നാടിന്റെ സ്ഥായിയായിട്ടുള്ള വികസനം സാധ്യമാക്കി ഒരു നവകേരളം എങ്ങനെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വപ്നം വരാൻ വേണ്ടി പോകുന്ന 5 വർഷവും സാക്ഷാത്കരിക്കാൻ സാധിക്കണമെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നമുക്ക് നിലനിർത്താൻ വേണ്ടി കഴിയണം. വരാൻ വേണ്ടി പോകുന്ന 5 വർഷം ഈ കേരളം ഒരു നവകേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. വിജ്ഞാന കേരളത്തിലൂടെ ഈ നാടിന്റെ സ്ഥായിയായിട്ടുള്ള വികസനം സാധ്യമാക്കി ഒരു നവകേരളം എങ്ങനെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വപ്നം വരാൻ വേണ്ടി പോകുന്ന 5 വർഷവും സാക്ഷാത്കരിക്കാൻ സാധിക്കണമെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു തുടർച്ച നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. ആ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടി പര്യാപ്തമായ നിലയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റി തീർക്കാൻ വേണ്ടി കഴിയണം. ഈ ഗവൺമെന്റിനെതിരായിട്ട് ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് UDF-ഉം BJP-യും മാധ്യമങ്ങളും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാരവേലയെ നമുക്ക് കള്ളപ്രചാരവേലക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയണം. സത്യം ഈ നാടിനകത്ത് ഉറക്കെ നമുക്ക് പറയാൻ വേണ്ടി കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. സഖാവ് MV MLA സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുക. ഇവിടെ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തിച്ചവരെല്ലാം ജാഥ ലീഡർക്ക് ആരമിടുന്നതിന് വേണ്ടി അവരെയും ക്ഷണിക്കുകയാണ്. ജാഥ സ്വീകരണം. സംഘാടക സമിതിക്ക് വേണ്ടി കർഷക തൊഴിലാളി യൂണിയൻ കടന്നപ്പള്ളി സൗത്ത് വില്ലേജ് കമ്മിറ്റിക്ക് വേണ്ടി ഹാരം സഖാവിനെ അണിയിക്കുകയാണ്. വെള്ളയാങ്കോട് ഈസ്റ്റ് ബ്രാഞ്ച്, വെള്ളയാങ്കോട് സൗത്ത് ബ്രാഞ്ച്, കർഷക സംഘം വില്ലേജ് സൗത്ത് ബ്രാഞ്ച്, തെക്കേക്കര വെസ്റ്റ്,
പടിഞ്ഞാറക്കര മഹിളാ അസോസിയേഷൻ, തെക്കേക്കര ഈസ്റ്റ് NREG വർക്കേഴ്സ്, കർഷക തൊഴിലാളി യൂണിയൻ, DYFI ചെന്നൂർ, കർഷക തൊഴിലാളി പടിഞ്ഞാറക്കര യൂണിയൻ, CPM ചിറ്റന്നൂർ ബ്രാഞ്ചിന് വേണ്ടി ഇനി ഇജാദ ലീഡറും സംസാരിക്കും. ഈ സ്വീകരണ പരിപാടിയുടെ അധ്യക്ഷൻ സാമാനായിട്ട് വേദിയിലെ ജനതാ മാനേജർ DFിൻ്റെ സെക്രട്ടറി കൂടിയായ നമ്മുടെ ഡെപ്യൂട്ടി ലീഡർ CPIയുടെ നേതാവ് ബാബു രാജേന്ദ്രൻ, മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കൾ, 10 വർഷക്കാലം എൻ്റെ മുൻഗാമിയായിരുന്ന രാജേഷ് ഏട്ടനും അതിന് തുടർച്ചയെന്ന വണ്ണം ഞാനും പിണറായി സർക്കാർ നൽകിയ പിന്തുണയോടെ മണ്ഡലത്തിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. 2021 മുതൽ 26 വരെ കല്യാശ്ശേരി മണ്ഡലത്തിൽ 1400 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. ഞാൻ ഓരോന്നും വിശദീകരിക്കേണ്ടതില്ല, കാരണം നേരത്തെ